എവിടെ പോയി കിടക്കുക? നേരം വൈകിട്ടിരിക്കുമ്പോൾ അവളുടെ ഒരു എല്ലാം കൂടിയിട്ട് മനുഷ്യൻ്റെ പ്രാന്താണെന്ന് പറഞ്ഞു. സമയമാവാറായല്ലോ. എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു? ഞാൻ ഇവിടെ തന്നെ വെച്ചതാണല്ലോ. അമ്മ അമ്മ, എവിടേക്കെങ്കിലും പോകുമ്പോൾ ഒന്ന് കണ്ണ് ചെയ്ത് പൊട്ട് തൊട്ടൊന്ന് വൃത്തിയിൽ പോവാന്ന് വിചാരിച്ചാ ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ. എൻ്റെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് അവൾ തന്നെ ആയിരിക്കും. ഒന്നും തിരഞ്ഞാൽ കാണാനില്ല. എന്തായാലും അച്ഛനും അമ്മയും അവളെ വഷളാക്കി വെച്ചിരിക്കുക. ഞാൻ കാട്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അത് എന്തായാലും അവൾ തന്നെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. നോക്കട്ടെ എന്തായാലും. ഡേ അമ്മോ അമ്മോ, നിനക്ക് അഡ്മിഷൻ ഓർഡർ എടുത്തിട്ടുണ്ടോ? സത്യം പറഞ്ഞോ? നോണ പറയാൻ നിൽക്കണ്ട. ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നതാ. ഇന്നലെയും കൂടി ഞാൻ കണ്ടേ ഉള്ളൂ. നീ അല്ലാണ്ട് ആരും ഈ വീട്ടിൽ നിന്ന് എടുക്കില്ല. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോട്ടോ. ഞാനേ എൻ്റെ റൂമിലൊന്ന് വന്ന് നോക്കട്ടെ. കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, മര്യാദയ്ക്ക് പറഞ്ഞോ. ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അല്ലെങ്കിലേ നേരം വൈകിട്ടാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നെയ്യും കൂടി. ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ഞാൻ എടുത്തിട്ടില്ല എന്ന്. എന്തുണ്ടെങ്കിലും എൻ്റെ മണ്ടയ്ക്ക് മാത്രം ഇടുന്നേ. ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ചേച്ചിയുടെ അടുത്ത് പറയാണ്ട് ഞാൻ എടുക്കാറുണ്ടോ? എന്ത് കാണാനെങ്കിലും ഞാൻ എടുത്തോണ്ട് മാത്രം. ചേച്ചി എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ടാവും. എനിക്കിപ്പോൾ ഇതല്ലേ ചേച്ചിയുടെ എടുത്തിട്ട്. ഇല്ല ചേച്ചി, ഞാൻ എടുത്തിട്ടില്ല. ഞാൻ എന്തിനാണ് പറയണേ? പിന്നെ ചേച്ചിയുടെ പൊട്ടും കൺമിഷൻ കിട്ടിയിട്ട് വേണല്ലേ എനിക്കല്ല അച്ഛനും അമ്മയും വാങ്ങി തന്നിക്കണേ. ഞാൻ എടുത്തിട്ടില്ല. ആഞ്ഞിപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോയി കേസ് കൊടുത്തു. അമ്മ അമ്മ, എൻ്റെ ആരെ ഈ തുണികളൊക്കെ ഇങ്ങനെ വലിച്ചിട്ടിരിക്കണേ? ഞാനിതൊക്കെ മടക്കി കറക്റ്റായിട്ട് വെച്ചതായിരുന്നില്ല സഞ്ചിയിൽ. ആരപ്പോൾ ഈ തുണികളൊക്കെ ഇങ്ങനെ വലിച്ചിട്ട്? ഞാനിത് അങ്ങനെ മടക്കി ആ 2 സഞ്ചിയിലും കറക്റ്റായിട്ട് വെച്ചതായിരുന്നു. അമ്മയ്ക്ക് അവളെ മാത്രം പറയുമ്പോൾ ഓരോ ന്യായങ്ങളുണ്ട്. അവളുടെ പണി തന്നെയായിരിക്കും. അവളല്ലാണ്ട് ഇതൊക്കെ ആരെ വലിച്ചിടുക? ഞാനിതിപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഒക്കെ മടക്കി വെച്ചിട്ട് പോയത്. എനിക്ക് എടുത്ത ഡ്രസ്സുകളൊക്കെ നോക്കി കെടുക്കണത് ഒക്കെ മടക്കി വെക്കാൻ അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ നമ്മൾ കുറേ ലാളിച്ചിട്ടാണ് അവളെ അങ്ങനെ ആക്കിക്കണത്. നോക്കി കെടുക്കണ കോലം നോക്കിയൊക്കെ ഞാൻ എങ്ങനെ മടക്കി വെച്ചതായിരുന്നു വെച്ചിട്ടാ. എനിക്ക് പ്രാന്ത് വരുന്നുണ്ട് കേട്ടമ്മ. എന്താമ്മ പ്രശ്നം? കുറേ നേരമായാലും തല്ലുകൂടാൻ തുടങ്ങിയിട്ട്. എന്താ നിങ്ങളുടെ പ്രശ്നം? എപ്പോൾ തുടങ്ങിയത്? എന്നെ അവിടെ കെടുക്കാൻ സമ്മതിക്കുന്നുണ്ടോ? വേറൊരു പണിയില്ലേ നിങ്ങൾക്ക്? എന്തപ്പം ഉണ്ടായേ? തുണികളോ? അതാണോ? ഞാനൊന്നല്ല. ഞാൻ ചേച്ചിയുടെ റൂമിലേക്ക് പോയിട്ട് തന്നെ ഇല്ല അമ്മ, എനിക്കറിയില്ല. അതാണോ നിങ്ങൾ തല്ലുകൂടിയിട്ടുണ്ടായിരുന്നേ? എനിക്കറിയില്ല. ചേച്ചി അങ്ങനെ തന്നെ ഇട്ടുണ്ടാവും. മടക്കി വെച്ചിട്ടുണ്ടാവില്ല, അതാവും. ഞാൻ പോയിട്ട് തന്നെ അല്ലേ, എനിക്കറിയില്ല. ഇല്ല, ഞാൻ പോയിട്ടില്ല. ചേച്ചിക്ക് ഓർമ്മയില്ലാണ്ടാവും. ചേച്ചി അങ്ങനെ ഇട്ട് പോയിട്ടുണ്ടാവും. അല്ലാണ്ട് ഞാൻ പോകുമ്പോൾ തുണി അങ്ങനെ തന്നെ കെടുക്കന്നെയായിരുന്നു കേട്ടോ. ഇങ്ങനെ കവറിലൊന്നല്ല കണ്ടത്. അമ്മ, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം കേട്ടോ. അവിടുത്തെ പറയാനൊന്നും നിൽക്കണ്ട. ഇനി പിന്നാലെ ഓടി വരും. എനിക്ക് വയ്യ അവളേനെ അതിൻ്റെ പിന്നാലെ നോക്കാൻ. കുറച്ച് നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് ഞാൻ അമ്മുവിൻ്റെ വീട്ടിലേക്കൊന്ന് പോവുക. അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് വൈകുന്നേരം എനിക്കും വരാം. പറഞ്ഞ ഇപ്പം പിന്നാലെ വരും. ഞാൻ എന്തായാലും വേഗം പോട്ടെ അമ്മ. നോക്കാം. ചേച്ചി നിക്ക് ചേച്ചി, ഞാൻ ഉടനെ കൊണ്ടുപോ. ഞാനും വരുന്നുണ്ട്. എന്നെ കൊണ്ടുപോകേണ്ട, ഒറ്റയ്ക്ക് പോകാനുള്ള പ്ലാനായിരുന്നു അല്ലേ? ഞാനും വരും. എനിക്കും വരണം കൂടെ. ചേച്ചി ഒരു 5 മിനിറ്റ്, ഞാൻ വേഗം റെഡി ആയിട്ട് വരെ. നീ ഇത് എങ്ങോട്ടാ വെച്ചിട്ടാണ് വരുന്നത്? ഞാനിത് അമ്മുവിൻ്റെ വീട്ടിലേക്കാണ്. എവിടേക്ക് ഇറങ്ങിയാലും പിന്നാലെ വരുന്നുണ്ടല്ലോ. എൻ്റെ കൂടെ ഒന്നും വരണ്ട. പോയി മര്യാദയ്ക്ക് അവിടെ ഇരുന്നോ. എൻ്റെ പിന്നാലെ വരണ്ടാന്നാ പറഞ്ഞ്. വയ്യ. പുറത്ത് പോയി വന്നപ്പോഴേക്കും ഭയങ്കര ക്ഷീണം. എന്തെങ്കിലും നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ട് നന്നായി, കുറച്ച് കുടിക്കാം. അമ്മ, ഇതിലാരാ ഉപ്പ് കൊടുന്ന് വെച്ച്? ഉപ്പിട്ടിട്ട് കളിക്കണ്. ഞാൻ നാരങ്ങയിൽ പഞ്ചസാര ഇട്ട് കലക്കി വെച്ച് പോയതായിരുന്നു. അവളുടെ പണി തന്നെയായിരിക്കും. അവളെടുത്ത് കുടിച്ചിട്ട് അവൾ നാരങ്ങ ഉപ്പിട്ട് കലക്കി വെച്ചിക്കുക. അമ്മ ക്ഷമിക്കണേനൊരു പരിധി ഉണ്ട് കേട്ടോ. എത്ര നാളാമളെ എനിക്ക് ഇങ്ങനെ പണി തരണത്. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അനീത്തി എന്ന് വിചാരിച്ചിട്ട് അമ്മ എല്ലാവരും അവളെ ലാളിക്കണത്. എന്തിനാ അവളെനൊക്കെ പ്രസവിച്ചത്? വേണ്ടായിരുന്നു. ഞാൻ മാത്രം മതിയായിരുന്നു.
എപ്പോഴും എല്ലാത്തിനും അവൾ എനിക്ക് മാത്രം പണി തന്നുകൊണ്ടിരിക്കുക. ഞാൻ വെച്ചിട്ടുണ്ട് ഒരു ദിവസം എന്തായാലും എൻ്റെ കയ്യിൽ കിട്ടും. ആ കുരിപ്പിനെ കൊണ്ട് തോറ്റു ഞാൻ എന്തായാലും അവളെ കൊണ്ട് തന്നെ കുടിപ്പിക്കും. ഞാൻ കാട്ടിത്തരാം അമ്മയ്ക്ക്. എപ്പോഴും അമ്മയ്ക്കൊരു ന്യായം ഉണ്ടാവും. അവൾ ഉണ്ണിയല്ലേ, ചെറുതല്ലേ, അവളേനൊന്നും ചെയ്യണ്ട. അപ്പം ഇന്ന് ചെയ്യണോണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഇന്ന് നോക്കിക്കോ അമ്മ, ഇന്ന് ഞാൻ അവളേനെ എന്തായാലും കുറേ നാളായിട്ടുണ്ട്, ഇത് അവളെന്നെ ഞാൻ കുടിപ്പിക്കും. കുറച്ചെന്നല്ലേ, രാവിലെ നീച്ച മുതൽ തുടങ്ങുന്നത് അവളുടെ യുദ്ധം. നിങ്ങളുടെ അടുത്ത് ആരുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റില്ല. എൻ്റെ അടുത്ത് മാത്രം അവള് മേക്കട്ട് കയറാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും എന്താ സഹിക്കണേൻ്റെ ഒരു പരിധിയില്ലേ. എന്തായാലും ഞാൻ കാട്ടി കൊടുക്കണ്ടേ, ഈ വെള്ളം ഞാൻ അവളെയും കൊണ്ട് തന്നെ കുടിപ്പിക്കും. കാണിച്ചു തരാം. ദേഷ്യം വരുന്നുണ്ട് ഈ കുരിപ്പിനെ കൊണ്ട്. ഏത് സമയത്താവും അമ്മയ്ക്ക് ഇതുണ്ടായത്? എന്തോ രാവിലെ നീച്ച മുതൽ അവളുടെ വാന്ത് വരിക. എന്തെങ്കിലും ഒരു പണി കൊടുക്കണമല്ലോ. എന്താ ചെയ്യുക? എന്തേലും വഴി ആലോചിക്കാം.